പഠിക്കല്ലേ മുറിഞ്ഞിരിക്കുക പോലെ പോയിരിക്കുക. നാക്കിട്ട് കളിക്ക് ചുണ്ടിൽ ഒരു ബട്ടൺ കൂടെ തുറന്നിട്, ഒരു ബട്ടൺ കൂടെ തുറക്കൂ എന്നൊക്കെയാണ് കമൻറ്റുകൾ ഇട്ടേക്കുന്നത്. അങ്ങനെ നമ്മുടെ കഥാനായിക പിന്നെ വന്നിട്ടുണ്ട്. രേണു സുധിയുടെ സബ്സ്ക്രിപ്ഷൻ ലൈവ് പുറത്തു വന്നിട്ടുണ്ട്. ഇതിനെപ്പറ്റി നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. 6 മിനിറ്റോളം ആ ലൈവ് ഉണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് കമൻസും വീഡിയോയും നമുക്ക് കാണാം. മനുവിൻ്റെ ചാനലിനകത്താണ് ഈ ഒരു ലൈവ് നിലവിൽ പുറത്തു വിട്ടത്. ആദ്യം നമുക്ക് വീഡിയോ കാണാം. അതിന് വേണ്ടിയിട്ട് അതിന് മുന്നേ വേറെ സ്ഥലത്തും കൂടെ പോകണം. അതിന് വേണ്ടിയിട്ട് റെഡി ആവുമായിരുന്നു. എന്തായിരുന്നു ഇതിനകത്തൊക്കെ ഉദ്ദേശിക്കുന്നത്? ഭയങ്കര രീതിയിൽ അങ്ങ് കുനിഞ്ഞു നിന്ന് എന്ത് ഉദ്ദേശിക്കുന്നത്, എന്തുവാ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത്? പലതവണ ഈ ഒരു സ്ത്രീയെ വന്ന് വിമർശിക്കുമ്പം ഒരുപാട് പേരുടെ കമൻസാണ് അതിന് ജീവിക്കാൻ വിട്ടൂടെ, അതിങ്ങനെയും ജീവിച്ചോട്ടെ എന്ന്. എങ്ങനെയാണ് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത്? എങ്ങനെ ഇത്തരം പ്രവൃത്തികൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട്. ഇതിനകത്ത് കാണിക്കുന്ന കുറേ സീൻസ് ഉണ്ട്. ചില കാര്യങ്ങൾ ഒരു പക്ഷേ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കട്ട് ചെയ്ത് കളയുമായിരിക്കും. യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പ്രകാരം ഇത്തരത്തിലൊക്കെയുള്ള അപരാധങ്ങൾ നിങ്ങളെ എടുത്ത് വെച്ച് ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ സൂം ചെയ്തിട്ടും കട്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കാം മേ ബി അത് കാണുന്നത്. ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് എക്സാക്റ്റ് വേർഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പുള്ളിക്കാരത്തിയുടെ ലൈവിലേ കാണാൻ പറ്റത്തുള്ളൂ. എന്തായാലും നമുക്ക് അതൊന്ന് കാണാം. നിങ്ങൾ കണ്ട എൻ്റെ ചുണ്ടെല്ലാം പൊട്ടി. ഈ കാലാവസ്ഥയുടെ ആണോ അറിയത്തില്ല, നോക്കുന്നത് ചുണ്ട് പൊട്ടിയിരിക്കുവാണ്. ഫുഡ് കഴിച്ചില്ല. ഞാനിപ്പോൾ അധികം ഫുഡൊന്നും കഴിക്കും. ഇപ്പോഴെന്നല്ല, ഞാനധികം ഫുഡേ കഴിക്കാത്ത ഒരാളാണ്. സത്യം പറഞ്ഞാൽ കഴിക്കാൻ മടിയുള്ള കൂട്ടത്തിലുള്ള ആളാണ് കേട്ടോ. അയ്യോ, അങ്ങനെ പറയല്ലേ. ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് ആഹാരം കഴിക്കുന്നില്ല എന്ന് പറയുന്നത് തന്നെ വലിയ തെറ്റാണ്. മനുഷ്യന്മാരെന്തിനാണ് പൈസ ഉണ്ടാക്കുന്നത്? നമുക്ക് ആഹാരം വേണ്ടേ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആഹാരം കഴിച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ള പരിപാടി ചെയ്യും. അപ്പോൾ ഇത്രയും കൂടെ ആരോഗ്യമൊക്കെ കിട്ടും. ഈ ഡ്രസ്സ് അടിപൊളിയാന്ന് പറഞ്ഞു. ദുബായിലാണ് റാസൽ കൈമേന്ന് മേടിച്ചതാണ്. എന്ത് ഭയങ്കര രീതിയിൽ കഷ്ടപ്പെടുക കേട്ടോ. ചേച്ചിക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ കാണിച്ചോളാൻ വയ്യ. രേണു ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കണം. പക്ഷേ ഇപ്പം നിലവിൽ ഇത് ഭയങ്കര കോൺട്രവേഴ്സി ആയതിൻ്റെ പേരിലാണ് പുള്ളിക്കാരത്തി ഒരു ചെറിയൊരു മറവൊക്കെ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിനപ്പുറം കാണിച്ചത് ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സാണ് റാസൽ കൈമ. ഓക്കെ, ദൈവമേ, ഞാനിതിൻ്റെ ചെറിയ പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുക. രേണുവിൻ്റെ മുഖം മാത്രമാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഊഹിച്ചാൽ മതി രേണു എന്താണ് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതായത് പുള്ളിക്കാരത്തിയുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ദൈവമേ, ഞാൻ സമ്മതിച്ച് തന്നു. ഇതിൻ്റെ അകത്ത് വന്ന കമൻസൊക്കെ ഉണ്ട്, ഞാനിവിടെ വായിച്ച് തരാം. ഇതൊക്കെ വായിച്ചിട്ട് നിങ്ങൾ തന്നെ പറയണം കേട്ടോ. ഈ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ എന്തിനു വേണ്ടി ഇത് ചെയ്തേക്കുന്നതെന്ന്. നാക്കിട്ട് കളിക്ക് ചുണ്ടിൽ, ഒരു ബട്ടൺ കൂടെ തുറന്നിട്, ഒരു ബട്ടൺ കൂടെ തുറക്കൂ എന്നൊക്കെയാണ് കമൻറ്റുകൾ ഇട്ടേക്കുന്നത്. കണ്ടല്ലേ, ഇമാതിരി ടീമുകളാണ് ഈ സാധനമൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മേലാൽ ഇനി ഈ ഒരു സാധനത്തിനെ സപ്പോർട്ട് ചെയ്ത് ഒരുത്തനും ഇവിടെ വന്നു പോകരുത്. എനിക്ക് വന്ന കമൻ്റ് ഇടരുത്. ഇത്ര ഞാൻ പറയുന്നുള്ളൂ. ഇനി ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇടയിൽ പേഴ്സണൽ ലൈഫിൽ രേണുവിന് റിലേഷൻഷിപ്പ് ഉണ്ടോ, രേണു വേറെ ആരെങ്കിലും കല്യാണം കഴിക്കുന്നുണ്ടോ, ഇതെല്ലാം രേണുവിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ അതിനകത്തൊന്നും ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. പക്ഷേ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇത്തരം കാര്യങ്ങൾ ഒക്കെ എടുത്ത് വെച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് അത് റിയാക്ട് ചെയ്യും. ഇപ്പം നിങ്ങൾ പറ, അന്ന് ഷഫീന ബീവി പുറത്തു വിട്ട ചാറ്റ് സത്യമാണോ അല്ലയോ? ഞാനത് ജനങ്ങൾക്ക് വിട്ട് തന്നിരിക്കുകയാണ്. ഇവരുടെ വീഡിയോ ചെയ്യുമ്പം നമ്മളെല്ലാവരും വളരെ കെയർഫുള്ളായിട്ടാണ് ചെയ്യുന്നത്. കാര്യം എന്തെങ്കിലും ഒരു രീതിയിലും അവർ നമ്മളെയൊക്കെ പണിയാൻ വേണ്ടി നടക്കുക.
മനസ്സിലായില്ലേ? എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടിയാൽ മതി, അവർ കൊണ്ടുവന്ന് കേസ് കൊടുക്കും. കേസ് കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ കാണിക്കുന്നതൊക്കെ ശരിയാണോ? ഇത് നമ്മുടെ നാട്ടിൽ നിയമമൊന്നും ഇല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ്ലി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ബ്ലോക്ക് ചെയ്യുക. എത്ര പിള്ളേർ മേ ബി ഇങ്ങനെയൊക്കെ ഈ ഒരു ലൈവ് മേ ബി ജോയിൻ ചെയ്ത് കാണുമായിരിക്കാം. ദൈവം സാധിച്ച് നമ്മുടെ ബോഡി ഷേപ്പുള്ള ബോഡിയാണ്. സോ ലൈവ് നൈറ്റ് വരാൻ ശ്രമിക്കാം. ഞാൻ പറഞ്ഞില്ലേ നൈറ്റ് ചില ഞാൻ നേരത്തെ ഓർമ്മ അങ്ങനെയൊക്കെയാണ്. നോക്കാം. സയ്യിദ് താങ്ക് യു. അതൊക്കെ പൊട്ടി ഇത്ര കൃത്യമായിട്ട് ഈ ഡ്രസ്സൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. രേണു പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതെങ്ങാണോ ആണോ? എനിക്കൊരു സംശയമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സ്പെഷ്യൽ ഡ്രസ്സുകൾ ചിലപ്പോൾ ലൈവ് വരാൻ വേണ്ടിയിട്ട് രേണു തന്നെ കണ്ടുപിടിച്ചതായിരിക്കും. ഇതുവരെ നോക്കാത്ത വെറുതെ വീട്ടിലിരിക്കുമല്ല, ഞാൻ തിരക്കായിരുന്നു. വെറുതെ വീട്ടിൽ നിന്ന് എനിക്കാരും കൊണ്ടൊന്നും തരത്തില്ല. എനിക്കാരുമില്ല അങ്ങനെ തരാൻ കാണും. അയ്യോ, ഇനി അതും കൂടി പറ. ദൈവത്തോർത്ത് ഇമ്മാർത്ത് ഡയലോഗ് അടിക്കല്ലേ. അയ്യോ, അത് പാവമല്ലേ, അതിന് ചിലവിന് കൊടുക്കുക, മറ്റേതാ മറിച്ചാണെന്ന് വന്ന് പറയല്ലേ. ഇന്നലെ വന്നിരുന്ന ശാരിക പറയുന്നുണ്ട്, അവർ മാന്യതയോടെയല്ലേ ജീവിക്കുന്നത്, അവരതാണ് ഇതാണെന്ന്. ഇതൊക്കെയാണോ ഇവിടെ മാന്യത? ഇതൊന്നും കാണുന്നില്ലേ? എങ്ങനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് തോന്നുന്നു? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ റിയാക്ട് ചെയ്ത ഞങ്ങളുടെ ഏറ്റവും വലിയ കുറ്റക്കാർ, നമ്മളാണ് ഏറ്റവും വലിയ അപരാധികൾ. മനസ്സിലായോ? രേണു കിടിലം. ഇതൊക്കെ പുറത്തു വിടുന്ന ഞങ്ങൾക്കൊക്കെയാണ് ഒരു പണിയില്ലാത്തത്. ആരുമില്ല, മനസ്സിലായോ? സോ ഒരുപാട് പേര് ഇപ്പം ഞാൻ തുണി പറിച്ച് ഊരി കാണിച്ചിട്ട് ഒരുപാട് പേര് എൻ്റെ ലൈവിലോ അല്ലെ എൻ്റെ സബ്സ്ക്രിപ്ഷനോ കയറണമെന്നില്ല. ഉള്ളവർ മതി. ഒന്നും കണക്റ്റ് ആവുന്നില്ല കേട്ടോ. ആ പറഞ്ഞ ആ ഒരു സാധനം ഉണ്ടല്ലോ, അതും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ എന്താ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ശരീരം മാക്സിമം നിങ്ങൾ എക്സ്പോസ് ചെയ്ത് ജനങ്ങളെ കാണിക്കുന്നു. എനിക്കിത് കംപ്ലീറ്റ്ലി എനിക്ക് എടുത്തു വെച്ച് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. എല്ലാത്തിനും ഒരു പരിധിയുണ്ട് രേണു. ഇതൊക്കെ ഇങ്ങനെയൊക്കെ എക്സ്ട്രീമൊക്കെ ആയി കഴിയുമ്പോഴാണ് ഓരോരുത്തർ വന്ന് പലതും വിളിച്ച് പറയുന്നത്. കിച്ചുവിൻ്റെ ഒരു കേസ് തന്നെ എടുക്കാം. ഇങ്ങനെയൊക്കെയുള്ള അപരാധങ്ങൾ കാണിക്കുന്നതിന് മുന്നേ ഒരു കുടുംബമുണ്ട്, കാര്യങ്ങളുണ്ടെന്നൊക്കെയുള്ള ഒരു ചിന്ത ആദ്യം കൊണ്ടുപോകുക. ഇനിയിപ്പോൾ ഒരു പക്ഷേ മേ ബി ഇനി കുടുംബക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് കാണത്തില്ലായിരിക്കുമല്ലോ. അങ്ങനൊരു വിശ്വാസത്തിലായിരിക്കും ഇരിക്കുന്നത്. സോങ് നീ പാടാവോ? നീ ഏതാ പറ? നീ പാടാവോ? നീ പറ, അപ്പം ഞാൻ പാടാം. ഏത് പാട്ടാന്ന് പറ. സച്ചിയേട്ടൻ ആരാ? ഓ, ശശി. ഇങ്ങനൊക്കെ വന്ന് കാണിച്ചിട്ടാണ് വന്നിരുന്ന് അഭിനയിക്കുന്നത്. ഇതായിരിക്കും പറഞ്ഞത് എന്തോ കോഫി കുടിക്കാനോ അല്ലെങ്കിൽ ഡ്രൈവ് പോകാനോ എൻ്റെ മാനേജറെ കോൺടാക്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. ഇന്ന് ഇവരുടെ പുതിയൊരു ചാറ്റും കൂടെ നിലവിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഷഫീന ബീവിയുടെ ചാനലിനകത്ത് പുള്ളിക്കാരത്തി ഈ പുതിയൊരു വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ട്. കാലിൻ്റെ തുടയിലൊക്കെ എന്തോ ജെല്ലൊക്കെ എടുത്ത് വെച്ച് തേക്കുന്ന എന്തോ ഒരു സംഭവം. എന്തുകൂടെ ഇവർ കാണിക്കുന്നത്? ഇവർ കാണിക്കുന്നതല്ലേ ഞങ്ങളെല്ലാവരും വന്നിരുന്ന് പറയുന്നത്. അത് കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ വന്നിരുന്ന് പൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ അമ്മയുടെ ചേട്ടത്തിൻ്റെ വീടാത്. ഞാൻ വരും, ഉടനെ വരും. വസീകര പാടിയത് ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഓക്കെ ജിത്തു മോനെ.
ഷുവർ പറയാം, എനിക്ക് പറയാം. ഡ്രസ്സ് മാറ്റി കെട്ടി അങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് തിരിഞ്ഞ് പല ആംഗിളിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നമ്മളെ പലതും കാണിക്കാൻ വേണ്ടി. എന്തിനാ ഇങ്ങനെ നടന്ന് കഷ്ടപ്പാട് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നിട്ട് കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ ഇപ്പോൾ നിലവിൽ ഇറങ്ങിപ്പോയി കേട്ടോ. അതിൻ്റെ സങ്കടമൊക്കെ പറയുന്നുണ്ടായിരുന്നു. എൻ്റെ കൂടെ ഉള്ളവർ മതി, എനിക്ക് വേറെ ആരും വേണ്ട എന്നൊക്കെ. ഇമാതിരി പ്രവൃത്തികളൊക്കെ ചെയ്തിട്ട് ദൈവത്തെ ഓർത്ത് ഈ ജനങ്ങളുടെ മുന്നിൽ വന്നിരുന്നിട്ട് ഡയലോഗ് അടിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന്. ഇപ്പം നിങ്ങൾക്കൊന്നും മിണ്ടണ്ടല്ലേ, നിങ്ങൾക്ക് കമാന്നൊരു അക്ഷരം മിണ്ടണ്ടല്ലേ? എന്തുകൊണ്ടാണ് മിണ്ടാൻ പറ്റാത്തത്? കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞതിൻ്റെ പേരിലാണോ നിങ്ങളൊന്നും മിണ്ടാത്തത്? Okay, bye. എന്ത് ഈ നാക്കിട്ട് ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്ന് പറഞ്ഞു തരാമോ ഈ നാക്കിട്ട് ഉദ്ദേശിക്കുന്നത്? രേണുവിൻ്റെ സപ്പോർട്ടേഴ്സ് എവിടെ? ഒന്ന് വിളിക്കാമോ? എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും സോഷ്യൽ മീഡിയ ഈ ഒരൊറ്റ വീഡിയോയും കൊണ്ട് രേണു സുതി കത്തിച്ചു. എന്തായാലും ഒന്നും പറയാനില്ല. വിധവയായ സ്ത്രീ കുട്ടികളെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു, ഇത്രയേ ഉള്ളൂ. Hi. Thank you. Thank you. എല്ലാം കട്ടിങ് ഉണ്ട്. ആ ഫുൾ ബോഡി ശരീരമൊക്കെയാണ് പുള്ളിക്കാരത്തി കിടന്നിട്ട് കാണിക്കുന്നത്. എല്ലാം കട്ട് ചെയ്ത് തല മാത്രമായിട്ടാണ് ഞാൻ കാണിച്ചേക്കുന്നത്. എനിക്ക് വയ്യ ദൈവത്തെ ഓർത്തിനി അടുത്ത മെനക്കേട് വരാനായിട്ട്. ഇവരുടെ കണ്ടൻറ്റ് ഡെയിലി ചെയ്ത് തല വരുത്തിരിക്കുക. പിന്നെ നമുക്കൊക്കെ അത്യാവശ്യം റീച്ചും കാര്യങ്ങളും കിട്ടുന്നതിൻ്റെ പേരിലാണ് പകുതി യൂട്യൂബേഴ്സ് എടുത്ത് വെച്ച് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇവർ കാണിക്കുന്നത്? ഇവരങ്ങ് പരിസരം മറന്നാണ് ഇപ്പോൾ ഇവർ പല കാര്യങ്ങളും ചെയ്യുന്നത്. അത് എന്ത് വായിക്കോട്ടെ, എനിക്കൊരു വിഷയമല്ല എന്നും പറഞ്ഞിട്ട് ഇവർ തുനിഞ്ഞിറങ്ങിയിരിക്കുക. കടിക്കല്ലേ മുറിഞ്ഞിരിക്കുക, പോലെ പോയിരിക്കുക. കടിക്കല്ലേ മുറിഞ്ഞിരിക്കുവാണെന്ന് ആരാ കടിക്കാൻ പോകുന്നേ? കമൻറ്റുകളായിരിക്കും കേട്ടോ. കമൻറ്റുകൾ നിങ്ങൾ വായിച്ചില്ലേ? അമ്മാതിരി സാധനങ്ങളൊക്കെയാണ് വരുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ രേണു കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ, വേറെ ആരും. എന്തായാലും രേണുവിന് നല്ല ഭാവിയുണ്ട്. അതായത് ഇങ്ങനെയൊക്കെയുള്ള കുറേ എന്താ പറയണ്ട ഫിലിമൊക്കെ ഉണ്ടല്ലോ, എസ്മ സീരീസും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിനയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആക്ടിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും പോകൂ എന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം എന്തുകൂടെ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ സബ്സ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, ആൾക്കാരിത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇവരതെടുത്ത് വെളിയിൽ വിടുകയും ചെയ്യും. അല്ല നിങ്ങളുടെ ഒരു വിചാരം കാണുമായിരിക്കാം, മേ ബി ഇതാരും കാണാതെ ഞാൻ ചെയ്യുന്ന പരിപാടിയായിരിക്കുന്നത്. ഒന്നുമല്ല, നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ആ സാധനങ്ങളെല്ലാം വെളിയിൽ വരും.
കട്ടിട്ട് കാണിക്കുന്നതാണ് സഹിക്കാൻ പറ്റാത്ത. എനിക്ക് സത്യം പറഞ്ഞാൽ ഓർക്കാനും വരുവാണ്, എന്തുകൂടെ ഈ കാണിക്കുന്നത്, ഒരു മര്യാദ ഇല്ലാത്ത. എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇത്രയും നാൾ ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്തത് വെറുതെ ആയില്ല. നാളെ എന്തെങ്കിലും ഒരു കാലത്ത് തിരുത്തി പറയേണ്ടി വരുമോ എന്നൊക്കെ നമ്മളൊരു പോയിന്റ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമുള്ളൂ കേട്ടോ, രേണുവിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇത്രയും വീഡിയോ ഇട്ടതിൽ. രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് കാണ്, എന്നിട്ട് വന്നിരുന്ന ഡയലോഗ് അടിക്കുക. എന്ത് കണ്ടിട്ടാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇതൊക്കെയാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? അതും ഇനി നിങ്ങൾക്കും ഇനി ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷനാണോ? അതെനിക്കറിയാൻ പറ്റാത്ത. ഇത്രയുള്ള സംഭവം ഞാൻ ഇനി ഇതിൽ കൂടുതൽ കാണിക്കുന്നില്ല. കാര്യം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള അപരാധങ്ങൾ എനിക്കെടുത്ത് വെച്ച് കാണിക്കാൻ പറ്റത്തില്ല. അപ്പം ഇനിയെങ്കിലും കണ്ണ് തുറക്കാത്ത ജനങ്ങൾ കണ്ണ് തുറക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതിൽ വലിയൊരു എവിഡൻസ് ഇനി വേറെ ഇല്ല. ഇനി ഇതുണ്ടാക്കിയതാണ്, ഇതിനി AI ആണ്, മറ്റേതാണ് എന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ ഓർത്ത് ഒരു മനുഷ്യരും വരല്ലേ. അവർ തന്നെ അവർ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇട്ടതാണ്. ഒരു ആളുടെ അധപ്പതനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അല്ല ഒരു മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ നശിച്ച് കാണണമെന്ന് നമുക്ക് ആഗ്രഹമില്ല. പക്ഷേ നശിക്കണം എന്നും പറഞ്ഞ് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ എന്താ ചെയ്യുക? പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, രേണു ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, വേറെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന്. പക്ഷേ അവരൊന്നും മൈൻഡ് ചെയ്യത്തില്ല, അവരവരുടെ രീതിയിൽ മാത്രമേ അവർ നടക്കത്തുള്ളൂ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.